ദുബായിയുടെ അത്ഭുതങ്ങളിലെ മറ്റൊന്ന് എയിൻ ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ ചക്രം. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു യന്ത്ര ഊഞ്ഞാൽ, പക്ഷെ ഇത് ലെവല് വേറെ. AC ക്യാബിൻസ് ഒക്കെ ഉള്ള യന്ത്ര ഊഞ്ഞാലാണ് കേട്ടോ. ഇതിൽ കയറിയാൽ ദുബായിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാം. ദുബായ് ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലാണ് അതുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം സ്പോട്ടായ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ മട്ടൺ ബ്രെയിൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൂടെ ഒരു റൈസും ഒരു അൽഫാമും പിന്നെ ചിക്കൻ സീഖ് കബാബുമാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേ സ്ഥലത്ത് നിന്ന് മട്ടൺ കബാബൊക്കെ ട്രൈ ചെയ്തതാണ്. ഇത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ദാൽ കറിയാണ് കേട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. സ്പോട്ട് അറിയേണ്ടവർ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ വന്ന കാര്യം ആക്ച്വലി ഒരു കോൺഫറൻസ് ഉണ്ട് കേട്ടോ, ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന കാര്യം മറന്നു പോയതല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ പ്രസൻറ്റേഷൻ ഡേ ആണ്, അതിന് പോയി. പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ നേരെ വിട്ടത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. വെറും 600 രൂപക്ക് ഏകദേശം 30ഓളം രാജ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഗ്ലോബൽ വില്ലേജ് ദുബായിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് തന്നെ പറയാം. വർഷത്തിൽ 6 മാസം പ്രവർത്തിക്കുന്ന ഗ്ലോബൽ വില്ലേജ് കാണാനായി ദുബായിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ദുബായിയുടെ മെയിൻ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിലെ ഓൾമോസ്റ്റ് എല്ലാ ബസ് സ്റ്റേഷൻസിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. ഇത് ചെസ്നട്ട്സ് ആണ്, ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കുവൈത്തിലാണ് കയറിയത്. കുവൈത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നട്ട്സും ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിപ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് പെർഫ്യൂമൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് പെർഫ്യൂമൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടത് യമനിലേക്കാണ് കേട്ടോ. യമനിലെത്തിയപ്പോൾ ഒരുപാട് തേന് ടേസ്റ്റ് ചെയ്തു. അവസാനം അവരുടെ ഒരു സ്പെഷ്യൽ ഏതൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല ഫ്ലേവറുള്ളൊരു സ്ട്രോങ് ടീ ആയിരുന്നു കേട്ടോ ഇത്. സിയമോക്ക് ഇതാ ഒരുപാട് തേനുകൾ ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ സ്പൂൺസൊക്കെയാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളൊക്കെ നടന്ന് കാണാനുള്ള ഊർജം സംഭരിച്ച് ഞങ്ങളിതാ യമനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൻ്റെ 30th ആനിവേഴ്സറി ആണ് കേട്ടോ. അതുകൊണ്ട് 30 പവലിയൻസ് ആണുള്ളത്. പക്ഷെ 90+ കൾച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അടുത്ത് നേരെ ഈജിപ്തിലേക്ക് കയറി. ഈജിപ്തിൽ അവരുടേതായ ഒരുപാട് ആർട്ട് വർക്ക്സ് ഉണ്ടായിരുന്നു. ഇത് സാൻഡ് വർക്കാണ് കേട്ടോ, സാൻഡ് ആർട്ടാണ് ചെയ്യുന്നത്. കളർ സാൻഡ് വെച്ചിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള ആർട്ട് വർക്ക്സ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർ ചെയ്തു തരും. പിന്നെ ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ നടന്ന് കാണാൻ ഇങ്ങനെയുള്ള വണ്ടികളും ഇവിടെ റെൻറ്റിന് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ചു വെക്കാം. അതിനൊക്കെയുള്ള സെറ്റപ്പ് ആ വണ്ടിമേലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറേ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഈജിപ്തും വിടുകയാണ്. ഇനി അടുത്ത രാജ്യം അടുത്ത വീഡിയോയിൽ കാണാം.